ചരിത്രത്തിൻ്റെയും പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന വാണിജ്യ സംസ്കാരങ്ങളുടെ പാരമ്പര്യവും ഉറങ്ങുന്ന മണ്ണാണ് കോഴിക്കോടിൻ്റേത്. സാമൂതിരിയുടെ ജ്വലിക്കുന്ന സ്മരണകൾ ഉറങ്ങുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ വികസന കഥകളാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റത്തിൽ. കോഴിക്കോട് നഗരസഭയിലെ 1 മുതൽ 16 വരെയുള്ള വാർഡുകളും 39, 40, 42 മുതൽ 51 വരെയുള്ള വാർഡുകളും ഉൾപ്പെട്ട മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലം. വികസനത്തിന്റെ നാൾവഴികളിലൂടെയാണ് മണ്ഡലം കടന്നുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് നമുക്ക് ഒട്ടേറെ മേഖലകളിൽ ഇത്രയധികം പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. നിരവധി ഡെവലപ്മെൻറ്റ് പ്രവൃത്തികൾ, ഒരുപാട് പുതിയ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിച്ചത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണെന്ന് ആരും സമ്മതിക്കുന്നതാണ്. അതിലൊരു സംശയം ആർക്കും ഉണ്ടാവില്ല. കാരണം പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്നത്, കൗൺസിലിൽ പലപ്പോഴും നിയമസഭയിൽ പലപ്പോഴും എതിർക്കുമെങ്കിലും അവരും സ്വകാര്യ സംഭാഷണത്തിൽ മുഴുവൻ അംഗീകരിക്കുന്ന ഒന്നാണ് ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ മുന്നേറ്റത്തിന് വിവിധ വിദ്യാലയങ്ങൾക്കായി 13 കോടി രൂപയാണ് നവീകരണത്തിനായി നൽകിയിരിക്കുന്നത്. എൻ്റെ മണ്ഡലത്തിൽ ഇപ്പം ഞാൻ വന്നതിന് ശേഷം തന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഫണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളുടെ ഒരു ഡെവലപ്മെൻറ്റിലാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിൻ്റെ സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഏകദേശം 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിൽ ഒന്നാണത്. 5.5 കോടി രൂപയാണ് അതിനുവേണ്ടി മാത്രം അനുവദിച്ചിട്ടുള്ളത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വിഹിതമായിട്ട് നമുക്കൊരു കാരണവശാലും ഇത്രയും വലിയ പൈസ ഒന്നും നമുക്കൊരിക്കലും കിട്ടില്ല. കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂള് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ പഴയ കാലത്ത് കണ്ട ആളുകൾക്ക് അറിയുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത വികസനം അവിടെ നടന്നിട്ടില്ല. 3 കോടി രൂപ അവിടെ ചിലവഴിച്ചിട്ടുള്ളത്. NGO ക്വാർട്ടേഴ്സ് സ്കൂളിൽ ഒരുപാട് പണം ചിലവഴിച്ച് അതിന് പുറമെ ഇപ്പം ഏകദേശം 5 കോടി രൂപയാണ് ഇപ്പോൾ അതിനു വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈസ്റ്റിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കാരപ്പറമ്പ് GLP സ്കൂളിൽ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നടക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചത് ഇപ്പം നിലവിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ പുറമെ ഒരുപാട് പണം ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മോഡലായിട്ടുള്ള സ്കൂളായിട്ട് അതിനെ മാറ്റാൻ സാധിച്ചതൊക്കെ ഈ കിഫ്ബിയുടെ ധനസഹായം കൊണ്ട് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. ആരോഗ്യരംഗത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി 93 കോടി രൂപ വിനിയോഗിച്ച് ബീച്ച് ഹോസ്പിറ്റലിന്റെ നവീകരണം യാഥാർത്ഥ്യമാക്കുമെന്ന് മണ്ഡലം MLA തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, പഴയകാലത്ത് മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടുള്ള ബീച്ച് ഹോസ്പിറ്റലാണ്. ഏകദേശം 2000-ലധികം OPയിൽ രോഗികൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണത്. ഒരുപക്ഷെ മെഡിക്കൽ കോളേജിന് ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന മറ്റൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുക എന്നത് ജില്ലാ ആശുപത്രിയും കൂടിയാണ് അത്. ശരിക്കും അവിടെ മാത്രം അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചുകൊണ്ട് 93 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്.
5 കോടി രൂപ മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണത്തിനും അനുവദിച്ചു. കാരന്നൂർ മെഡിക്കൽ കോളേജ് റോഡിനും പുതിയങ്ങാടിമുറ മാളിക്കൽ റോഡിനും 155 കോടി രൂപ അനുവദിച്ചപ്പോൾ 166 കോടി രൂപയാണ് ബാലുശ്ശേരി റോഡ് നവീകരണത്തിനായി അനുവദിച്ചത്. കാരന്തൂർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള, കാരണം ഏറ്റവും കൂടുതൽ നല്ല ഹെവി ട്രാഫിക്കുള്ള ഒരുപാട് ബസ് ഓടുന്ന ഒരു സ്ഥലമാണ്, റോഡാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആവശ്യമായ പണം അനുവദിച്ചിട്ടുണ്ട്. പുതിയങ്ങാടി മുതൽ മാളിക്കടവ് വരെ അവിടുന്ന് കൃഷ്ണൻ നായർ റോഡോ, അങ്ങനെ 2 റോഡുകൾക്കായിട്ട് 155 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ അക്വിസിഷൻ നടപടികൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. 19-1 നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ പൈസ കൊടുക്കാനുള്ള നടപടിയാവും. അതേമാതിരി തന്നെയാണ് ബാലുശ്ശേരി റോഡ്, കാരപ്പറമ്പ് മുതൽ ബാലുശ്ശേരി വരെയുള്ള. കാരണം നമുക്കറിയാം, ഇന്നത്തെ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്കാണ് ഈ കാരപ്പറമ്പ് ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 166 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇതിൽ ഏറ്റവും വലിയൊരു പദ്ധതി വരാൻ പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ, എൻ്റെ മണ്ഡലം മാത്രമല്ല, കനോലി കനാലിൻ്റെ വീതി കൂട്ടി, ആഴം കൂട്ടി, അത് ഗതാഗത സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ജലപാത ഒരുക്കുകയാണത്. അതിനു വേണ്ടിയിട്ട് 1118 കോടി രൂപയാണ് കിഫ്ബി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതൊന്നും ഇത്രയും വലിയ പൈസ ഒന്നും സ്വാഭാവികമായിട്ട് ഒരു ബഡ്ജറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒന്നും ഒരിക്കലും സ്വാഭാവികമായിട്ട് തരാൻ വേണ്ടി കഴിയില്ല. അത്രയും വലിയൊരു അതിൻ്റെ പ്രവൃത്തി ഇപ്പം ഏതാണ്ട് ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ അത് സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചതിന് ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ക്വില്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കും. അത് കൊടുത്താൽ ഉടനടി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് അത് വീതി കൂട്ടി. ഇപ്പോൾ നമുക്കറിയാം, പഴയ കാലത്തുള്ള ഏറ്റവും വലിയൊരു കണക്ടിവിറ്റിയാണത്. നമ്മൾ ഈ കോഴിക്കോട് മേഖലയിൽ നിന്ന് വടക്കുന്ന് വരുന്ന ഒരു കനാൽ, അവിടെ പല ഭാഗത്തും വീതി കൂട്ടി കഴിഞ്ഞു, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോഴിക്കോട് മാത്രം കനാൽ സിറ്റി എന്നുള്ളൊരു പ്രോജക്റ്റ് കൂടിയാണത്. കാരണം ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾ മുഴുവൻ ഒഴിവാക്കാൻ, അതേപോലെ നഗരവികസനത്തിൽ ഏറ്റവും വലിയൊരു പങ്കാളിത്തം വഹിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് അതിനെ കാണുന്നത്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ സൂചിപ്പിക്കുക കൂടിയുണ്ട്. ശരിക്കും നമുക്ക് ഒരു സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത നിലയിലുള്ള വികസനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒട്ടേറെ പാലങ്ങൾ വന്നു, ഒട്ടേറെ റോഡുകൾ വന്നു, അങ്ങേയറ്റത്തെ മാത്രം മലയോര ഹൈവേ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തുരങ്കപാത, നമുക്ക് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. ഇത്രയും വലിയ പൈസ ഒന്നും മറ്റൊരു മേഖലയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കഴിയില്ല. അതൊക്കെയാണ് കിഫ്ബി കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം. ഗവൺമെൻറ്റാണല്ലോ ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കിഫ്ബിയൊക്കെ രൂപം കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ്റാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിൽ നിരവധി ആശുപത്രികൾ, കാരണം ഏറ്റവും മാതൃകാപരമായ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപാട് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി തന്നെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ശരി നമുക്കത് പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ പ്രശംസിച്ചാലും അതിലിങ്ങനെ ഒരു വഴി കണ്ടെത്താൻ സാധിച്ചാൽ, ഇതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേരളം ഇത്രയും വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ച ഒരുപാട് മേഖലകൾ നമ്മളൊരു
ഒരുപക്ഷെ നമുക്കൊരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിവരങ്ങളിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളതിൽ ഒരു പ്രധാന കാരണം ഈ കിഫ്ബിയിലൂടെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട്, കാരണം കിഫ്ബി ആകുമ്പോൾ പൈസ കിട്ടും എന്നുള്ളൊരു തോന്നലും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ വർക്കുകൾ എടുക്കാൻ എല്ലാവരും തയ്യാറാണ്. കാരണം ഈ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ സാധിച്ചത് കിഫ്ബിയുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് ആരും സമ്മതിക്കും. വർഷം പൂർത്തിയാക്കാൻ പോണ കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും. കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനും സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഒരു വലിയ പങ്കാളിത്തം വഹിക്കാനും കൂടെ കിഫ്ബിക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ വികസനത്തിന്റെ പ്രകാശം പരക്കുകയാണ്, ജനഹിതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലം വികസന മുന്നേറ്റത്തിലാണ്, സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട്. മലബാറിൻ്റെ തലസ്ഥാനവും കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനവുമായ കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലത്തിലൂടെയാണ് നവകേരളം നവമുന്നേറ്റത്തിൻ്റെ ഇത്തവണത്തെ യാത്ര. കോഴിക്കോട് സൗത്ത് മണ്ഡല വിശേഷങ്ങളും വികസന മുന്നേറ്റങ്ങളും കാണാം. ഇന്ത്യയിലെ തന്നെ അതിപുരാതന തുറമുഖ നഗരമാണ് കോഴിക്കോട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്നും വിശപ്പ് രഹിത പദ്ധതിയിലൂടെ ഭാരതത്തിലെ ആദ്യ വിശപ്പ് രഹിത നഗരമെന്നും യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന ബഹുമതിയും നേടിയ കോഴിക്കോട് നഗരത്തിന്റെ ചരിത്ര സാംസ്കാരിക പൈതൃകം ലോകശ്രദ്ധ നേടിയതാണ്. കോഴിക്കോട് നഗരത്തിലെ 17 മുതൽ 38 വരെ വാർഡുകളും 41 വാർഡും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് കോഴിക്കോട് തെക്ക് അഥവാ കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലം. മുൻ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. നവകേരള നിർമ്മിതി ലക്ഷ്യം വെച്ച് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല വികസനം, സ്കൂളുകളുടെ നവീകരണം, ആശുപത്രികളുടെ നവീകരണം തുടങ്ങി കേരളത്തിൻ്റെ സർവ്വതല സ്പർശിയായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപം നൽകിയ കിഫ്ബി പദ്ധതിയുടെ 25ാം വാർഷികം ആഘോഷിക്കപ്പെടുന്ന ഈ സമയത്ത് എൻ്റെ നിയോജക മണ്ഡലമായ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വികസന കുതിപ്പിൽ കോഴിക്കോട് സൗത്ത് എന്നും മുന്നിലാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ഡലം സംസ്ഥാന സർക്കാരിന്റെ എണ്ണമറ്റ കർമ്മ വികസന പദ്ധതികൾ ഏറ്റുവാങ്ങിയാണ് നയിക്കപ്പെടുന്നത്.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ കിടപിടിച്ച് പുരോഗമിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ വർഷങ്ങളുടെ ചരിത്ര പ്രാധാന്യമുള്ള നിരവധി വിദ്യാലയങ്ങൾ സൗത്ത് മണ്ഡലത്തിലാണ്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കെട്ടിടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെൻറ് അച്യുതൻ ഗേൾസ് സ്കൂൾ ചാലപ്പുറം 3 കോടിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു. GVHSS പയ്യാനക്കൽ 3 കോടി രൂപ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. GVHSS ചാലപ്പുറം 3.90 കോടിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലപ്പുറം 3.90 കോടി രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി രൂപയുടെ പദ്ധതി പ്ലാൻ തയ്യാറായി വരുന്നു. GUPS പൊക്കുന്ന് 1 കോടി രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. കിണാശ്ശേരി GVHSS 1 കോടി രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ് വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബിയിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മികച്ച റോഡുകൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എവിടെയും കാണാം. യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച റോഡ് വികസന പ്രവർത്തനങ്ങൾ സൗത്ത് മണ്ഡലത്തിന്റെ നേട്ടങ്ങളാണ്. തളി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ എന്നിവയെ തൃശൂർ പാലക്കാട് ബൈപ്പാസിലേക്ക് ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ മേൽപ്പാല നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മണ്ഡലത്തിന്റെ സുവർണ മുദ്രയായി മാറുന്നതാണ് ഈ പദ്ധതി. നാടിൻ്റെ നീണ്ടകാല ആവശ്യമായിരുന്ന പുതിയ പാലത്തെ വലിയ പാലം 56 കോടി രൂപ ചെലവഴിച്ച് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അരയെടുത്ത് പാലം കാരന്തൂർ റോഡിൻ്റെ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിട്ടുണ്ട്. തീരദേശ ഹൈവേ സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു.
വിനോദസഞ്ചാരികളുടെ തിരക്കൊഴിയാത്ത കോഴിക്കോട് ബീച്ചിന്റെ മുഖച്ഛായ മാറ്റിയ കർമ്മ പദ്ധതികൾ എടുത്തു പറയേണ്ടവയാണ്. അന്താരാഷ്ട്ര നിലവാര സാധ്യതകൾ കോർത്തിണക്കി കടപ്പുറത്ത് നടത്തിയെടുത്ത നവീകരണ പ്രവർത്തനങ്ങൾ അതിരുകൾ കടന്നെത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം കവരുകയാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച മാനാഞ്ചിറയിലെ രജിസ്ട്രേഷൻ കോംപ്ലക്സ് മണ്ഡലം നേടിയെടുത്ത വികസന പദ്ധതികളിൽ നിറഞ്ഞു നിൽക്കുന്നു. കോഴിക്കോട് ജില്ലാ രജിസ്ട്രേഷൻ കോംപ്ലക്സിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടമായി നമുക്ക് ഈ കിഫ്ബി പദ്ധതിയെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. എല്ലാ പ്രചണ്ഡമായ കള്ളപ്രചാര വരകളെയും അതിജീവിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്തോടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ പദ്ധതിയിലൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്തെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു എന്നത് ഈ ഗവൺമെൻറ്റിനെ വലിയ നേട്ടമായി എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആയിരത്തി 1957 ജനുവരി 1 രൂപീകൃതമായ കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്താണ് സൗത്ത് നിയമസഭാ മണ്ഡലമുള്ളത്. വികസന പെരുമഴയിൽ ഉല്ലസിക്കുന്ന മണ്ഡലത്തിലെ നേർക്കാഴ്ചകളാണ് നവകേരളം നവമുന്നേറ്റത്തിന്റെ ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കാൻ സാധിച്ചത്. എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങളുടെ അകമ്പടിയോടെ തലയെടുപ്പോടെ നിൽക്കുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലം കോഴിക്കോട് ജില്ലയ്ക്കൊപ്പം അനുനിമിഷം വികസിക്കുകയാണ്. വികസന പെരുമഴയിൽ ഉല്ലസിക്കുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ നേർക്കാഴ്ചകളാണ് നവകേരളം നവമുന്നേറ്റത്തിൻ്റെ ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കാൻ സാധിച്ചത്. എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങളുടെ തലയെടുപ്പോടെ നിൽക്കുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലം കോഴിക്കോട് ജില്ലയ്ക്കൊപ്പം അനുനിമിഷം വികസിക്കുകയാണ്.